ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങളെങ്ങനെ സ്പെൻഡ് ചെയ്തത്? എനിക്കത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. വീക്കെൻഡിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. മാക്സിമം ഞാനൊരു ഓഫ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന ദിവസമാണല്ലോ മോനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനെ ഞങ്ങൾ ഒന്ന് പാർക്കിൽ കൊണ്ടുപോയി. കുറച്ച് ലേറ്റായി, 8 ആയി. അച്ഛനും മോനും കൂടെ ഒരു പന്തൊക്കെ കളിച്ചു. അറ്റ്ലീസ്റ്റ് അവർക്ക് റിഫ്രഷ്മെൻറ്റ് വേണമല്ലോ, വീക്സ് മൊത്തം സ്കൂളിൽ പോകുന്നതല്ലേ. ചെറിയ ആളെയും കൊണ്ടുവന്നു, കിളികളെയൊക്കെ ഒന്ന് കാണിച്ചു, ഒരു ഫ്രഷ് എയറൊക്കെ കൊണ്ടു, അമ്മയായിട്ടൊക്കെ പാർക്കിലൊക്കെ ഇരുന്നു കഴിഞ്ഞു. നേരെ നമ്മൾ പോവാണ്. നമുക്ക് നടന്നു പോകുന്ന ദൂരമല്ല കേട്ടോ, കുറച്ചൊരു 5 മിനിറ്റ്സ് പാർക്കിൽ പോകണമെങ്കിൽ 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യണം. അത് കഴിഞ്ഞ് അച്ഛൻ വിയർത്ത് ഒരു വരുവായി. അങ്ങനെ നമ്മൾ നേരെ അടുത്തുള്ള മദീനത്ത് ഷോപ്പിംഗ് മാളിലോട്ട് കയറി. ചെറുതല്ല, അത്യാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓഫേഴ്സൊക്കെ ഉണ്ടാകും. ചെറിയ ആളെ അങ്ങനെ അങ്ങ് ഇരുത്തി. അവന് നമുക്ക് പേടിക്കാൻ വേണ്ട ഒരു റൈഡും. കാരണം ഇങ്ങനെ പിറകെ നടക്കണം മിഠായിയൊക്കെ തിന്നാനായിട്ട്. അവൻ കരയും. നമ്മളെല്ലാം വാങ്ങത്തൊന്നുമില്ല കേട്ടോ. ഈ ഒരു ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഹെൽത്തിയാണ്, കുറച്ച് വാട്ടറി ആയിട്ടുള്ളത്, നല്ല നറിഷും വൈറ്റമിൻസും ഒക്കെ ഉള്ളൊരു ചീരാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ നമ്മൾ മേടിച്ചു. ബില്ലടയ്ക്കാൻ നേരത്ത് കണ്ടോ അച്ഛൻ്റെ മുഖം ഇരിക്കുന്നത്, കയറുന്നൊരു സന്തോഷമില്ല. പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻ്റെ മുഖം കണ്ടോ. അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വെട്ടി ഇപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അവന് മുടി വളർത്തിയിടണം കോഴിവായി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. നമുക്കിന്ന് ഗോതമ്പട്ടല്ല, അരിപ്പുട്ടും കടലക്കറിയും പഴമാണ്, പഴം വെച്ചുണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. അപ്പം പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഇത് റോയൽ ഫുഡ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഹെൽത്തി ആണ് റോയൽ ഫുഡ്. അപ്പം പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുറവാണ്, ഇല്ലയെന്നല്ല, വല്ലപ്പോഴൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൺഡേ മോർണിംഗ്. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ റെസിപ്പി, ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ഇത് തന്നെയല്ലേ സന്തോഷം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. ബൈ.